ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു മുട്ട ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉള്ളിയും വറ്റൽ മുളകും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാം. തക്കാളിയും കൂടി ഉണ്ടെങ്കിൽ ആ ഒരു തക്കാളിയും ഇട്ട് നമുക്ക് ഇതിനകത്തിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കത് അടിച്ചു കൊണ്ടുവരുന്ന നേരത്ത് നമുക്ക് ദോശ ചുടാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ലേശം വെള്ളം തളിച്ച് നമ്മുടെ മാവൊഴിച്ച് നന്നായിട്ട് പരത്തി കൊടുക്കണം. ഇനി ദോശ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ആ അടിച്ചു വെച്ചേക്കുന്ന ആ ഒരു മിക്സ് നമ്മുടെ ദോശയുടെ പുറത്തേക്ക് തേച്ച് കൊടുക്കണം. ഒരു സ്പൂൺ വെച്ച് എല്ലാ ഭാഗത്തോട്ടും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു മിക്സൊക്കെ നന്നായിട്ട് സ്പ്രെഡായി കഴിയുമ്പോഴേക്കും നമുക്ക് മുട്ട പൊട്ടിച്ച് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ മുട്ട ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി ആ ഒരു മിക്സിൻ്റെയും ദോശയുടെയും മുകളിലേക്ക് എല്ലാ ഭാഗത്തോട്ടുമായിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമ്മുടെ ദോശയിലെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു എഗ്ഗിൻ്റെ മിക്സ് വരുള്ളൂ. ഇനി നമുക്കതിന് മുകളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ആ ഒരു സ്പൂൺ വെച്ച് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ആ ഒരു ദോശ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ദോശ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് വേവിച്ച് കൊടുക്കാം. അപ്പോൾ ദേ എല്ലായിടവും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ മുളക് ചമ്മന്തിയോ അല്ലെങ്കിൽ വെറുതെ ആണെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ദോശയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പീസിനായി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.